അനീഷിന്റെയും അനുമോളുടെയും പെരുമാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ളത്. പക്ഷേ ഇത്രയും നാൾ അവർ ഔദ്യോഗികമായി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ സംസാരിക്കുവാൻ ഒരു വോയിസും ഇല്ല. പക്ഷേ ഇന്നത്തെ പ്രമോയിൽ അനീഷ് അനുമോളോട് പറയുന്നുണ്ട് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. സത്യം പറയാമല്ലോ, അനീഷിന് അനുമോളെ ഇഷ്ടമാണ് എന്നുള്ളത് അനീഷ് പല സന്ദർഭങ്ങളിലായി തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. നെവിൻ അനുമോളുടെ കട്ടിലിൽ വെള്ളമൊഴിച്ച അന്ന് എല്ലാവരോടും പിണങ്ങി സോഫയുടെ അടിയിൽ പോയി കിടന്ന അനുമോളെ ആകെ തിരിഞ്ഞു നോക്കിയത് അനീഷ് മാത്രമായിരുന്നു. അന്ന് രാത്രി അനീഷ് അനുമോളെ കെയർ ചെയ്തത് നമ്മൾ എല്ലാവരും കണ്ടുകഴിഞ്ഞ കാര്യമാണ്. അനുമോൾക്കായി പുതപ്പും തലാണയുമെല്ലാം കൊണ്ടുപോയി കൊടുത്ത അനീഷിനെ ഒരുപാട് നേരമായിരുന്നു ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത്. അനുമോൾക്കും അനീഷിനെ തിരിച്ചിഷ്ടമാണ് എന്നുള്ളത് അനുമോൾ പറയാതെ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അനുമോൾ ഒരിക്കൽ ആദിലയോടും നൂറയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷേട്ടന്റെ ജീവിതത്തിലേക്ക് ഇനി വരുന്ന ഭാര്യയെ അദ്ദേഹം നന്നായി തന്നെ നോക്കുമെന്ന്. അനീഷേട്ടൻ ഒരു പാവമാണ്, അനീഷേട്ടനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അനുമോൾ ഒരുപാട് തവണ ആദിലയോടും നൂറയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രമോയിൽ തന്നെ അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന്. ആ സമയം അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ പഴയ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അനീഷേട്ടനോട് ഇഷ്ടമെല്ലാം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. ഇത് കേട്ടതിന് ശേഷമായിരുന്നു അനീഷ് അനുമോളോട് നമുക്കെന്നാൽ വിവാഹം കഴിച്ചാലോ എന്ന് പറഞ്ഞത്. അതിന് നാണിച്ച് മുഖം തിരിച്ച അനുമോളെയും പ്രമോയിൽ കാണുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. ഇവരുടെ ലവ് കോംബോ വർക്കാവോ എന്നുള്ളത് വഴിയെ കണ്ടറിയാം. എന്തായാലും ഇവർക്ക് പരസ്പരം ഇഷ്ടമാണ് എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി കഴിഞ്ഞ കാര്യമാണ്. ഓൾറെഡി അനീഷ് ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എനിക്ക് അനുമോളോട് ചെറിയൊരു ക്രഷ് ഉണ്ട് എന്നുള്ളത്. അതാണ് ഇപ്പോൾ അനീഷ് അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.